മെദ്രാസ്കാരൻ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ സിനിമയിൽ എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ പറയുകയാണ്. അതിനുശേഷം ഈ സിനിമ എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ഞാൻ ആദ്യം പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് സിനിമ ഒരു ആവറേജ് ആണെന്നോ അല്ലെങ്കിൽ നല്ല സിനിമയാണെന്നോ അല്ലെങ്കിൽ മോശമാണെന്നോ അങ്ങനെയൊന്നും കരുതരുത്. കാരണം ഇതിൻ്റെ അവസ്ഥകൾ എന്താണെന്ന് ഞാൻ ആദ്യം പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അനുമാനിക്കരുത്. അതിന് ശേഷമാണ് ഞാൻ പ്രധാന കാര്യത്തിലേക്ക് കടക്കുന്നത്. ആദ്യം തന്നെ ഈ സിനിമയിൽ തമിഴ്നാട്ടിലെ സംസ്കാരത്തിനനുസരിച്ച് ഒരു കല്യാണ വീട്ടിൽ ചെറുക്കൻ്റെയോ പെണ്ണിൻ്റെയോ അമ്മ, അച്ഛൻ, അമ്മാവന്മാർ, അതേപോലെ അമ്മയുടെ സഹോദരിമാർ, ഇവരൊക്കെ അതായത് കുടുംബാംഗങ്ങളൊക്കെ ചില സ്നേഹത്തോടെയുള്ള അവകാശങ്ങൾ പറയാറുണ്ട്. അതായത് പെണ്ണിൻ്റെ അല്ലെങ്കിൽ ചെറുക്കൻ്റെ ഉടുപ്പുകളൊക്കെ ഞങ്ങൾ എടുക്കണം, അല്ലെങ്കിൽ അവരുടെ താലി ഞങ്ങൾ എടുക്കണം, അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ അവകാശത്തോടെ അവർ പറയാറുണ്ട്. എന്നിട്ട് അവർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഈ സിനിമയിൽ അവർ വളരെ മനോഹരമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് ആ ഒരു തമിഴ് സംസ്കാരം ശരിക്കും മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട്. ഈ സിനിമയിൽ ഹീറോ ആയി അഭിനയിച്ചിരിക്കുന്ന ഷെയ്ൻ നിഗത്തിൻ്റെ ഒരു തമിഴ് അരങ്ങേറ്റമാണ് ഈ സിനിമ. അപ്പോൾ കക്ഷിയുടെ ഈ സിനിമയിലെ ക്യാരക്ടർ നെയിം സത്യമൂർത്തിയാണ്. അപ്പോൾ സത്യമൂർത്തി എന്ന ക്യാരക്ടറിൽ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ വളരെ നന്നായിട്ട് തന്നെ ഷെയ്ൻ നിഗം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇഷ്ക് എന്നൊരു സിനിമ ഷെയ്ൻ നിഗത്തിൻ്റെ മലയാളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഷെയ്ൻ നിഗവും അതേപോലെ ഷെയ്ൻ ടോം ചാക്കോയും രണ്ടുപേരും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സിനിമ കണ്ടവർക്കറിയാം ഷെയ്ൻ നിഗത്തിൻ്റെ റോൾ അതിൽ എന്താണെന്ന്. അപ്പോൾ അതുപോലത്തെ ഏകദേശം, അങ്ങനത്തെ അല്ല, ഇതിൽ കഥ വേറെയാണ്, പക്ഷെ അങ്ങനത്തെ ഒരു റോളാണ് ഷെയ്ൻ നിഗത്തിന് ഈ സിനിമയിൽ കിട്ടിയിരിക്കുന്നത്. അത് നന്നായിട്ട് തന്നെ കക്ഷി ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു ഹീറോ എന്ന് പറയുന്നത് കലയരശനാണ്. കലയരശൻ 2018 എന്ന പ്രളയത്തിൻ്റെ ഒരു മൂവി വന്നല്ലോ, ടോവിനോ തോമസ് ഒക്കെ ഉള്ള. അപ്പോൾ ആ സിനിമയിൽ കക്ഷി ഒരു ലോറി ഡ്രൈവറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കക്ഷിയുടെ, എനിക്ക് ഈ കലയരസൻ്റെ സിനിമകൾ പൊതുവേ ഇഷ്ടമാണ്. ഇപ്പോൾ തേവര സിനിമ വന്നിരുന്നു, അതിൽ മാത്രമാണ് കക്ഷി ഒരു വില്ലനെ പോലെയൊക്കെ വന്നിരിക്കുന്നത്. അതത്ര പോരായെങ്കിലും അദ്ദേഹത്തിൻ്റെ സാധാരണ സിനിമകളിലൊക്കെ അങ്ങേരുടെ റോൾ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ വളരെ ഒരു ഭീകരനെ പോലെ കക്ഷി എപ്പോഴും കണ്ണും നോട്ടവും ഭാവവും ഗൗരവത്തിൽ ഒരു ദേഷ്യം പിടിച്ച രീതിയിലായിരിക്കും കക്ഷിയുടെ ഒരു ക്യാരക്ടർ ഉണ്ടാവുക. പക്ഷേ വളരെ നല്ല മനസ്സിന് ഉടമയായിരിക്കും. 2018 മൂവിയിൽ അങ്ങനെയാണല്ലോ. അതേപോലെ തന്നെ വാഴ സിനിമ, അതിൽ ഹീറോ കക്ഷിയാണ്. അതുപോലെ കുറേ സിനിമകളിൽ കക്ഷിയുടെ റോൾ എപ്പോഴും അങ്ങനെയാണ്. പുള്ളിയുടെ കണ്ണൊക്കെ കണ്ട ഇങ്ങനെ തുറിച്ച് നോക്കുന്ന പോലെ, പക്ഷെ ആള് ശുദ്ധനായിരിക്കും അവസാനം നോക്കുമ്പോൾ. അതേപോലത്തെ റോളാണ് കലയരശന് ഈ സിനിമയിൽ ലഭിച്ചിരിക്കുന്നത്. കക്ഷി വില്ലനായിട്ടോ അതേപോലെ ഒരു നല്ലവൻ എന്ന രീതിയിലും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സിനിമയിലുള്ള മറ്റ് വില്ലന്മാർ, പിന്നെ കരുണാസ്, പിന്നെ പാണ്ഡ്യരാജൻ, പിന്നെ ഷെയ്ൻ നിഗത്തിൻ്റെ അമ്മയായി വരുന്ന ഗീത കൈലാസം, പിന്നെ കുടുംബക്കാരിയായിട്ട് ഒരു തടിച്ചൊരു സ്ത്രീ വരുന്നുണ്ട്, അവരുടെ പേരെനിക്കറിയില്ല. അവരൊക്കെ തന്നെ വളരെ നന്നായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതിൽ കൊടുത്തിരിക്കുന്ന ക്യാരക്ടറുകളൊക്കെ തന്നെ നല്ല രീതിയിൽ എല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സിനിമയുടെ ഇൻ്റർവെല്ല് വരെ സിനിമ പ്രേക്ഷകർക്ക് നല്ല പ്രതീക്ഷയും അതുപോലെ നല്ല ത്രില്ലിങ്ങും തരുന്നുണ്ട്. അതുവരെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പോയി. ഇനി ഈ സിനിമ ടോട്ടലി എങ്ങനെയായിരുന്നു എന്ന് പറയാം. ഈ സിനിമയിൽ അബദ്ധവശാൽ ഒരു യാദൃച്ഛികമായിട്ട് ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. ആ സംഭവത്തെ ബേസ് ചെയ്ത് ഹീറോയും വില്ലന്മാരും തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമായിട്ടാണ് സിനിമ ആദ്യം മുതലേ അങ്ങനെയും മുന്നോട്ട് പോകുന്നത്. ഇൻ്റർവെല്ല് വരെ അവർ കുഴപ്പമില്ലാത്ത രീതിയിൽ എടുത്തിരുന്നു. പക്ഷേ ഇൻ്റർവെല്ലിന് ശേഷം ഒരു തല്ലിപ്പൊളി കഥ, ഒരു ഊളക്കഥ. എന്ത് സിനിമയത്? അവസാനമായപ്പോഴേക്കും എത്തും തുമ്പും ഇല്ലാതെ അവസാനിപ്പിച്ച് ഹീറോയുടെ വഴിക്ക്, വില്ലൻ്റെ വഴിക്ക്. അങ്ങനെ ഒരു സുഖവും ഇല്ലാത്തൊരു കഥയാണ് ഈ സിനിമയുടെ ഡയറക്ടറും അതേപോലെ റൈറ്ററുമായ വാലി മോഹൻദാസ് എഴുതിയിരിക്കുന്നത്. വാലി മോഹൻദാസ് എഴുതിയ കഥയ്ക്ക് അവസാനം വാലില്ലാതെ പോയി എന്ന് പറയാം. അങ്ങനെ കൊണ്ടുപോയിട്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ ക്യാരക്ടറുകളൊക്കെ നല്ല രീതിയിൽ ഈ സിനിമയിൽ വന്നത്. പക്ഷെ കഥ എന്ത് പറ്റി? ഇത് എന്ത് കഥയായത്? കഥ പകുതി വരെ പ്രേക്ഷകർക്ക് നല്ല പ്രതീക്ഷയും ത്രില്ലിങ്ങും നൽകിയിട്ട് അതിനുശേഷം
ഹീറോയ്ക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, നേട്ടങ്ങളൊന്നുമില്ല. അതേസമയം അതായത് നീതി ചെയ്യുന്നവർ ജയിലിൽ കിടക്കുക, അനീതി ചെയ്യുന്നവർ സുഖമായിട്ട് വിലസുക, അവർ നന്നായിട്ടിരിക്കുക. ഹീറോയ്ക്ക് നഷ്ടങ്ങൾ മാത്രം സംഭവിക്കുക, നമ്മൾ പ്രതീക്ഷിക്കുന്നതൊന്നും നടക്കാതിരിക്കുക. എന്നിട്ട് അവസാനമാകുമ്പോഴേക്കും എവിടെയൊക്കെയോ എന്തൊക്കെയോ കാണിച്ച് അവസാനിപ്പിക്കുക. കഥയിൽ ഒരു ബേസിക്കായിട്ടൊരു കാര്യം കൊണ്ടുപോയിട്ട് ഇൻ്റർവെല്ലിന് ശേഷം പിന്നെ ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ആ ട്വിസ്റ്റുകളുടെ കാര്യങ്ങളിൽ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരിക. എന്നിട്ട് അത് ഹീറോയും വില്ലന്മാരും ഒക്കെ അതിൽ ഇൻവോൾവ്മെൻ്റ് ആയിട്ട് പോവുക. എന്നിട്ട് അവസാനം ഹീറോയ്ക്ക് എന്തൊക്കെ വരണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നോ അതൊക്കെ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് സിനിമ കാണുന്നവർക്ക് അറിയാം. ഇപ്പം കുട്ടികളോട് നമ്മളൊരു കഥ പറയുകയാണെങ്കിൽ, മിഥിലപുരി രാജ്യത്തിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു സുന്ദരനായ രാജകുമാരനും ഉണ്ടായിരുന്നു. ഈ രാജകുമാരന് കല്യാണത്തിന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, പല രാജ്യങ്ങളിലും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് രാജകുമാരൻ ഒരു നായാട്ടിന് പോയി. നായാട്ടിന് പോയപ്പോൾ പ്രതീക്ഷിക്കാതെ അവിടെ ഒരു രാജകുമാരിയെ, സുന്ദരിയായ രാജകുമാരൻ കാണുകയാണ്. അപ്പോൾ രാജകുമാരന് രാജകുമാരിയെ ഇഷ്ടമായി. അപ്പോൾ എന്താ കുട്ടികൾ ചിന്തിക്കുക, നമ്മളിത് പറയുമ്പോൾ അവസാനമാകുമ്പോഴേക്കും രാജകുമാരനും രാജകുമാരിയും കല്യാണം കഴിച്ച് സുഖമായി ജീവിച്ചു എന്ന് നമ്മൾ പറയും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ ബാക്കി കഥ കേട്ടുകൊണ്ടിരിക്കുക ത്രില്ലിങ്ങോടെ. പക്ഷേ കഥ പറയുന്ന കഥാകൃത്ത് പറയുകയാണ്, അവസാനമായപ്പോഴേക്കും രാജകുമാരി ഒരാവശ്യവുമില്ലാതെ രാജകുമാരനെ വാളിനിരയാക്കിയിട്ട് രാജകുമാരി എങ്ങോട്ടോ ഓടിപ്പോയി എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? കുട്ടികൾ നമ്മളെ ഇങ്ങനെയൊന്ന് നോക്കും, എന്നിട്ട് ചിലപ്പോൾ മോന്തയ്ക്കൊന്ന് തന്നിട്ട് മേലാൽ ഇത്തരം കഥകൾ പറയില്ലേ എന്ന പോലെയാണ് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എവിടെ എത്തും തുമ്പും ഇല്ലാതെ കൊണ്ടുപോയി അവസാനിപ്പിച്ചിരിക്കുന്നു. പക്ഷേ ഇതിൽ ഷെയ്ൻ നിഗം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കലയരസൻ, ബാക്കിയുള്ളവരൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഡയറക്ഷൻ ഓക്കെയാണ്, ഓക്കെ. അതേപോലെ തമിഴ് സിനിമയാണെന്ന് തോന്നിപ്പിക്കത്തക്ക രീതിയിൽ ഷെയ്ൻ നിഗത്തിന് ഡാൻസും പാട്ടും ഒക്കെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ പെട്ടെന്നൊരു പാട്ട്, പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും പെട്ടെന്നൊരു പാട്ട്. അതൊരു തമിഴ് സിനിമയെ ഓർമ്മിപ്പിക്കുക. ശരിക്കും പറഞ്ഞാൽ പാട്ടേ ഇല്ലാതെ ഈ സിനിമ എടുക്കാം. ചുരുക്കി പറഞ്ഞാൽ ഈ സിനിമയുടെ കഥയുടെ മോശം, അതുകൊണ്ട് എനിക്ക് ഈ സിനിമ ഇഷ്ടമായില്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ മറ്റുള്ളവരുടെ കാര്യം പറയുന്നില്ല, അത് പ്രേക്ഷകരുടെ ഇഷ്ടമാണല്ലോ. എനിക്ക് ഈ സിനിമ ഈ കാരണങ്ങളാൽ ഇഷ്ടമായില്ല. എത്തും തുമ്പും ഇല്ലാതെ അവസാനിച്ച ഒരു പടം. എനിക്കിത് ഒരു ബിലോ ആവറേജ് ആയിട്ടാണ് തോന്നിയത്.